തലസ്ഥാന നഗരി തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള വി രാജേഷ് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ എന്ത് തരം ഒരു ഓളമുണ്ടാക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ LDF അധികാരത്തിൽ നിന്നും മാറിയതിൽ പിന്നാലെ, കോർപ്പറേഷൻ ഭരണത്തിൽ നിന്നും മാറിയതിൽ പിന്നാലെ BJP ഒരു അട്ടിമറി വിജയം നേടി കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അവിടെ BJP അധികാരത്തിലെത്തിയതിന് ശേഷം എന്ത് തരം മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും? അതായത് ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ ഭരണം BJPക്ക് കിട്ടുന്നു, അതും തലസ്ഥാന നഗരിയിൽ. അപ്പോൾ BJPക്ക് എന്ത് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇപ്പോൾ BJP അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ അവിടുത്തെ മേയറായിട്ടുള്ള വി രാജേഷ് തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണമെന്ന് പറയുന്നത് ഈ വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ വളരെ വലിയ തോതിലുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ നടത്തുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന വാർത്തകൾ പ്രകാരം തന്നെ ഒരു വലിയ തോതിലുള്ള അഴിച്ചുപണിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ, അതായത് LDF ഭരണകാലത്ത്, കോർപ്പറേഷൻ ഭരണകാലത്ത് തന്നെയും അവരുടെ അഴിമതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ 40 കൊല്ലം ഭരിച്ച് പുറത്തിറങ്ങിയ LDFിൽ നിന്നും സംഭവിച്ച പലതരത്തിലുമുള്ള കുഴപ്പങ്ങളൊക്കെ തന്നെയും ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന തരത്തിലോട്ട് ഇപ്പോൾ ഈ പറയുന്ന മേയറായിട്ടുള്ള വി രാജേഷ് തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്മേലൊരു ആണിയടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ജനങ്ങൾ തന്നെ അത്രത്തോളം കൈയടിക്കുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ വി രാജേഷ് തിരുവനന്തപുരം മേയറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്, കേരളത്തിൽ അല്ലാതെയും കോർപ്പറേഷനുകളുണ്ട്. 6 കോർപ്പറേഷനുകളാണ് കേരളത്തിൽ ഉള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. ഈ 6 കോർപ്പറേഷനുകളിൽ അതിൽ ഒന്നിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും നോക്കുന്നതെന്ന് പറയുന്നത്. അത് തിരുവനന്തപുരമാണ്. അത് മാത്രമല്ല, വാർത്തകളിൽ ഇടം നേടുന്നതും തിരുവനന്തപുരം കോർപ്പറേഷനാണ്, മേയർ വി രാജേഷാണ്. അപ്പോൾ ഇത് തന്നെ ഒരു എക്സാമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ബാക്കിയുള്ള കോർപ്പറേഷനുകളൊന്നും ആർക്കും വേണ്ടേ, അവിടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആർക്കും അറിയണ്ടേ, അവിടെയുള്ള ന്യൂസുകളൊന്നും തന്നെ വാർത്തയിൽ ഇടം പിടിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിലവിൽ ഒരു മേയർ എന്നുള്ള രീതി, അല്ലെങ്കിൽ കേരളത്തിലൊരു മേയർ ഉണ്ട് എന്നുള്ള തരത്തിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ വി രാജേഷാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ബാക്കി 5 മേയർമാരും ബാക്കി 5 കോർപ്പറേഷനുകളും കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതും ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ 5 കൊല്ലവും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആര്യ രാജേന്ദ്രൻ LDF വളരെ വലിയ തോതിൽ പ്രശ്നങ്ങൾ നേരിട്ടു. അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള ട്രോളുകൾക്കിടയായി പല രീതിയിലുമുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ട് തന്നെ പടിയിറങ്ങേണ്ടി വന്ന മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ ആ ഭരണം കൊണ്ട് തന്നെ ഏറ്റവും വലിയ തോതിൽ തോൽവി വഴങ്ങേണ്ടി വന്ന ഇടതുപക്ഷവും. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വി രാജേഷ് എന്ന് പറയുന്ന മേയറും അതോടൊപ്പം തന്നെ BJPയും ഇപ്പോൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഒരു സ്വീകാര്യത നേടുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ വി രാജേഷിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ജനങ്ങൾക്കിടയിൽ നേരിട്ടിറങ്ങിയുള്ള ഒരു പ്രവർത്തനമാണ് വി രാജേഷിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാളയം മാർക്കറ്റിൽ അനധികൃത പണപ്പിരിവാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് തിരുവനന്തപുരം കോർപ്പറേഷൻ നഗര കൗൺസിലർ അംഗങ്ങളോടൊപ്പം മേയർ വി രാജേഷും നേരിട്ട് മാർക്കറ്റിലെത്തി മാർക്കറ്റിനുള്ളിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കച്ചവടക്കാരോട് ചോദിച്ചറിയുകയും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സംഘത്തിൻ്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിൻ്റെ ഭരണമെന്നും അനധികൃത പണപ്പിരിവ് കോർപ്പറേഷൻ അവസാനിപ്പിക്കുകയും നിയമപരമായി കോർപ്പറേഷന് നൽകേണ്ട പണം മാത്രം നൽകിയാൽ മതിയെന്നും അദ്ദേഹം ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നഗരസഭയുടെ അനുമതിയില്ലാതെ പലരും സ്വാധീനം ഉപയോഗിച്ച് കടകൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം പൊതുവഴികൾ പോലും ഇഷ്ടാനുസരണം കെട്ടിയടച്ച് പുതിയ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതിനാലും നിരവധി പരാതികൾ കോർപ്പറേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ആദ്യപടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ അനധികൃത പിരിവുകൾ നിരോധിച്ചുകൊണ്ട് നഗരസഭ നോട്ടീസ് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനധികൃത പണ
പണപ്പിരിവ് എല്ലാം നിരോധിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഉത്തരവിറക്കിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി യാതൊരു പണപ്പിരിവും ഇവിടെ നടക്കുന്നില്ല. അതൊന്ന് നേരിട്ട് കണ്ട് പരിശോധിക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത് എന്നുമാണ് മേയർ പറഞ്ഞത് തന്നെ. ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം കണ്ടു നിയമപരമായി കോർപ്പറേഷന് നൽകേണ്ട വാടക ഒഴികെ മറ്റൊരു പിരിവും ആർക്കും നൽകേണ്ടെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് എന്നും ഇവിടെ മീൻ വിൽക്കുന്ന സ്ത്രീകൾ ഒരു ദിവസം കച്ചവടം നടത്തണേൽ 500 രൂപ പിരിവ് നൽകണമെന്നും ലൈറ്റ് ഇടണേൽ 500 രൂപ ഒരു മാസത്തേക്ക് നൽകണമെന്നും എന്നാൽ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് കോർപ്പറേഷനാണ്. ഇങ്ങനെയുള്ള എല്ലാ അനധികൃത പിരിവുകളും പാളയം മാർക്കറ്റിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി വഴി നഗരസഭ മുൻ ഭരണസമിതി നടത്തിയത്. അശാസ്ത്രീയ നിർമ്മാണമാണ് നടക്കുന്നതെന്നും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കെട്ടിടങ്ങൾ കച്ചവടത്തിന് അനുയോജ്യമല്ല, ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും വെന്റിലേഷൻ പോലും സ്ഥാപിച്ചിട്ടില്ല എന്നും 5 പേർ നിന്നാൽ ശ്വാസതടസ്സം ഉണ്ടാകുമെന്നും കോർപ്പറേഷന് ലഭിക്കേണ്ട കോടികളാണ് ഇതിലൂടെ നഷ്ടമായതെന്നും വി രാജേഷ് പറയുകയുണ്ടായി. അപ്പോൾ പാളയം മാർക്കറ്റിലെ ഗുണ്ടാപ്പിരിവാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മേയർ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് പരാതി പ്രളയമായിരുന്നു ഗുണ്ടാപ്പിരിവിനെക്കുറിച്ച്. ഇത് നിർത്തിക്കുകയായിരുന്നു ഇപ്പോൾ മേയർ വി രാജേഷ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, കോർപ്പറേഷന് കീഴിൽ ഇടപെടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും നേരിട്ടെത്തിയാണ് ഇപ്പോൾ വി രാജേഷ് ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നതും എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് വാർത്തയിൽ നിലവിൽ എല്ലാ രീതിയിലും ഇടപെടുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മേയർ ഉണ്ടെങ്കിൽ അത് വി രാജേഷ് തന്നെയായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻ മേയർ എല്ലാ അർത്ഥത്തിലും പരാജയമായിരുന്നു എങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായി നിലവിൽ മാറിയിരിക്കുന്നു. ജനങ്ങളുടെ കയ്യടി നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം 40 കൊല്ലം കൊണ്ട് ഒരു പാർട്ടി തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം, അവിടെ ഒരു അഴിച്ചുപണി നടത്തണം, അവിടുത്തെ പോരായ്മകൾ, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കാതെ തന്നെ കളത്തിലിറങ്ങി കളിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ അതിനൊരു അഴിച്ചുപണി നടത്തുന്ന തരത്തിലോട്ട് ഇപ്പോഴത്തെ മേയർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും വി രാജേഷിനെ പോലെ ഒരു നേതാവിന് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് BJPക്ക് അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലം. നിലവിൽ കോർപ്പറേഷൻ ഭരണം BJPയുടെ കീഴിലായി. 2 MLAമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്കുണ്ട്. എല്ലാ അർത്ഥത്തിലും അവർക്ക് സ്വാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. ആ സാഹചര്യത്തിൽ തന്നെയും പല കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ അവിടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് സംസ്ഥാന സർക്കാരുമായിട്ട് യോജിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യുവാനും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളും ആ രീതിയിൽ തിരുവനന്തപുരത്ത് ചെയ്യാനും അവർ തുനിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ വി രാജേഷിനെ പോലൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളമായാലും വരും നാളിൽ വളരെ വലിയ തോതിലുള്ളൊരു നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ മേയറാണ് വി രാജേഷ് എങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലോട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ജനപ്രീതി നേടിയെടുക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ അത്രത്തോളം വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു തരത്തിലോട്ടാണ് വി രാജേഷിൻ്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് മാത്രമല്ല പല ജില്ലകളിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു മേയറെക്കുറിച്ച്, കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാ രീതിയിലും എല്ലാവരും അറിയുന്നുണ്ട്. മറ്റു മേയർമാർ അല്ലെങ്കിൽ മറ്റു കോർപ്പറേഷൻ ഉറങ്ങുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഒരു മേയർ മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് വി രാജേഷിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കോർപ്പറേഷൻ ഭരണം കിട്ടി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല അവിടെ BJP അല്ലെങ്കിൽ വി രാജേഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു വളരെ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന തോതിൽ UDFനായാലും ഇടതുപക്ഷത്തിനായാലും വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്.